യൂട്യൂബ് വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരട്ടിലുള്ള ബിഗ് ഷോറൂമിലാണ്. നമ്മുടെ ഏറ്റവും പുതിയ CB350 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ചെറിയൊരു വാക്ക് റൗണ്ടും അതിന് വന്നേക്കണം മാറ്റങ്ങളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എടുത്തു പറയാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് പോയിട്ട് വണ്ടിക്ക് വന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ, പലരും വിചാരിച്ചിരിക്കുന്നത് CB350 എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഹൈനസ് 350യുടെ റീപ്ലേസ്മെൻ്റ് ആണെന്നാണ്. ബട്ട് ആക്ച്വലി അത് തെറ്റാണ്. ആക്ച്വലി CB350 എന്ന് പറയുന്നത് പുതിയൊരു മോഡലാണ്. ആക്ച്വലി നമ്മുടെ ഹൈനസ് 350നെ റീപ്ലേസ് ചെയ്യുന്ന മോഡലല്ല. ഇപ്പോൾ നമുക്ക് 350cc ലൈനപ്പിൽ നമുക്ക് ഹൈനസ് 350 വരുന്നുണ്ട്, 350 RS വരുന്നുണ്ട്, അത് കൂടാണ്ട് CB350 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ടും പിന്നെ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് തോന്നിയ മാറ്റങ്ങളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വണ്ടി കുറച്ച് ആക്സസറീസ് കയറിയിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഡീലക്സ് പ്രോ ആണ്, ഞാൻ വെറും ഡീലക്സ് കാണിച്ചു തരാം. ഇതാണ് ഡീലക്സ് ഇരിക്കുന്നത്. അത് നമ്മൾ ഓടിച്ച സെയിം വണ്ടി തന്നെ, പക്ഷേ ആ വ്യത്യാസം കണ്ടോ. ബ്ലാക്ക് സീറ്റ് വരും, പിന്നെ ആ 4 കവർ ഞാൻ പറഞ്ഞു ബ്ലാക്ക് ആയിരിക്കും വരുന്നത്, ഫെൻഡറും ബ്ലാക്കാണ് വരുന്നത്. നമ്മുടെ ഡീലക്സ് പ്രോവിന് മാത്രമേ ഇതൊക്കെ ബോഡി കളേഴ്സ് വരുന്നുള്ളൂ. മറ്റു വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഹൈനസ് 350യുടെ ടൂറിംഗ് കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് ഒരു വൈസറും നക്കിൾ ഗാർഡുള്ളൊരു മോഡൽ വരുന്നുണ്ട്. ഒരു ക്യാരിയർ സാഡൽ സ്റ്റേന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് ലെഗസി എഡിഷനാണ്. ഒരു പെയിൻ സ്കീമും കാര്യങ്ങളും വ്യത്യാസമുണ്ട് ചെറുതായിട്ട്. പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സോളോ ക്യാരിയർ കസ്റ്റംസ് പറഞ്ഞിട്ട് മോഡൽ വരുന്നുണ്ട്. കുറച്ചും കൂടി ഷോർട്ടർ വൈസറാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നക്കിൾ ഗാർഡ് ഉണ്ടാവില്ല. പിന്നെ പേര് സർവീസ് ചെയ്യുന്ന പറഞ്ഞാൽ സോളോ ആണ്, ഒരാക്കിയിരിക്കാൻ പറ്റുള്ളൂ. ബാക്ക് സീറ്റ് ഡിലീറ്റ് ആണ്. നമുക്കിവിടെ വേണമെങ്കിൽ ക്യാരിയറും കാര്യങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ ഇവിടെ ഇപ്പുറത്ത് തന്നെ ഒരു കംഫർട്ട് കസ്റ്റംസ് കൊണ്ടൊരു മോഡൽ വരുന്നുണ്ട്. ഇതൊക്കെ ഹൈനസ് 350 ബേസ്ഡ് ആണ് കേട്ടോ. ഇതിനകത്ത് നമുക്കും ഒരു ടോളർ വൈസർ, നക്കിൾ ഗാർഡ് വരുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതേ ഒരു സീറ്റ് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്. ഒരു ടിപ്പിക്കൽ ബാക്ക് റെസ്റ്റ് അല്ല, കുറച്ചും കൂടി കുഷനുള്ളൊരു ബാക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് 4ാമത്തെ മോഡൽ. ഇതിലാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് കംപ്ലീറ്റ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫെയറിങ് പോലൊരു പീസ് വരുന്നുണ്ട്, വിത്ത് ഒരു ഷോർട്ട് വൈസർ വരുന്നുണ്ട്. പിന്നെ ഇതൊരു സിംഗിൾ സീറ്റ് വേരിയൻ്റ് ആണ്. ഇതിനൊരു എന്താ പറയുക നല്ല അടിപൊളി പെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതും സോളോ ആണ്, പക്ഷേ കാണാൻ ഭയങ്കര ലുക്കാണ്. വണ്ടി ആക്ച്വലി ഭയങ്കര വലുതാണ്. ഐ വിഷ് ഇത് കുറച്ചും കൂടി ചെറുതായിരുന്നെങ്കിൽ അടിപൊളിയായതിനെ. അപ്പോൾ പിന്നെ ഇതാണ് SUV കസ്റ്റംസ് കൊണ്ട് വേറെ മോഡൽ വരുന്നത്. ഇതിലാകുമ്പോഴത്തേക്കും നമുക്കൊരു കംപ്ലീറ്റ്ലി ഒരു ബാഗ്, ഇവിടെ ആണെങ്കിലും ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. CB350 RS ബേസ്ഡാണ്. ഇതാണ് ഈ എന്നിരിക്കുന്ന 4 നമുക്ക് ഹൈനസ് ബേസ്ഡ് വരുന്നത്. ഇതൊക്കെ ഹൈനസ് ബേസ്ഡ് ആണ്. ഇതാണ് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു മീറ്റിയോർ ലെവലൊക്കെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. നിങ്ങളൊരു മീറ്റിയോർ വേണം, ആ ഒരു ലുക്കുള്ള വണ്ടി വേണം എന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതും ഫ്രം ഹോണ്ട ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഓപ്റ്റ് ചെയ്യാവുന്നൊരു വണ്ടിയാണ് കേട്ടോ. ഒത്തിരി കൊള്ളാം. അപ്പോൾ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വണ്ടിയുടെ വിശേഷം ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയൊരു വ്യത്യാസം പറഞ്ഞാൽ വണ്ടി സൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പഴയ ഒരു ലൗഡ്നെസ് ചെറുതായിട്ട് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അതാണ് ഫസ്റ്റ് തന്നെ നോട്ടീസ് ശരിക്കും. ഓ മാൻ, ആ ഒരു എക്സോസിനോട്ടിൻ്റെ വ്യത്യാസം തന്നെയാണ് കേട്ടോ. പഴയത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്ര ഒരു ലൗഡായിട്ട് തോന്നുന്നില്ല. യെസ്, ഓഫ് കോഴ്സ് ഇതൊരു പുതിയ മോട്ടറാണ്, നല്ല റിഫൈൻഡ് ആണ്. യെസ്, അതാണ് ആക്ച്വലി ആദ്യം പറയേണ്ടത്. വണ്ടി നല്ല റിഫൈൻഡ് ആണ് ആക്ച്വലി, ഓടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടിക്ക് വന്ന മാറ്റങ്ങളെ പറ്റി പറഞ്ഞു തുടങ്ങാം. അപ്പോൾ പലരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിചാരിച്ചിരിക്കുന്നത് CB350 എന്ന് പറയുന്നത് നമ്മുടെ ഹൈനസ് 350നെ റീപ്ലേസ് ചെയ്ത് ഇറക്കിയതാണ്. പക്ഷേ ആക്ച്വലി അതല്ല കേസ്. നമുക്ക് CB350 എന്ന് പറയുന്നത് 350cc ഹോണ്ടയിൽ നിന്ന് പുതിയൊരു ഓഫറിംഗ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് 350cc 3 വണ്ടികൾ വരുന്നുണ്ട്. നമ്മുടെ ഹൈനസ് വരുന്നുണ്ട്, CB350 വരുന്നുണ്ട്, അത് കൂടാണ്ട് CB350 RS വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ഓടിച്ച് വണ്ടിയായിട്ടൊന്ന് സെറ്റായിട്ട് വണ്ടി എങ്ങനെയുണ്ട്, വണ്ടിയുടെ ഫീൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ഓടിച്ചിട്ട് വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും കാലൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇംപ്രഷൻ എന്താ പറയുക, ബൈക്ക് ഫീൽസ് എൻ്റെ മോനെ എ ലോട്ട് സ്മൂത്തർ എന്ന് പറഞ്ഞാൽ എ ലോട്ട് സ്മൂത്തർ. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം ഹോണ്ടയുടെ വണ്ടികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു റിഫൈൻമെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. എസ്പെഷ്യലി ഈ ഒരു വണ്ടി ഏറ്റവും കൂടുതൽ പേരെടുത്ത് കേട്ടേക്കുന്നത് അത് തന്നെയാണ്, ഒരു ക്ലാസിക് 350. അതായത് ഇതിൻ്റെ മെയിൻ റൈവൽ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ആണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ USP എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇതിൻ്റെ ഒരു റിലയബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് തന്നെയാണ്. റിഫൈൻമെൻറ്റ് ഒരു രക്ഷയില്ല, പൊളി റിഫൈൻമെൻ്റ് ആണ്. നല്ല രസമാണ് മൊത്തത്തിൽ ഓടിക്കാനായിട്ട്, ആ ഒരു വൈബ്രേഷൻ ഇല്ലാണ്ട്. ഇപ്പോൾ നിങ്ങൾ ക്ലാസ് 350 ഓടിക്കുമ്പോഴത്തേക്ക് ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് വണ്ടിക്ക് ഇച്ചിരി ഒരു വൈബ്രേഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. അതാണെങ്കിൽ അത് പറ്റിയൊരു വണ്ടി തന്നെയാണ് ശരിക്കും. ഒട്ടും വൈബ്രേഷനും ഇല്ല. ഐ മീൻ അറ്റ് ലോവർ RPM. ഞാനിപ്പോൾ 60 എന്താ പറയുക, 2 കൈയും വിട്ട് പാട്ടും പാടിയാണ് പോകണം. നല്ല സുഖമുണ്ട് ഓടിക്കാനായിട്ട്. Wow, it feels so refined, man. It feels so goddamn refined. I love this motorcycle. അതുകൊണ്ട് തന്നെയാണ്, ഇതിൻ്റെ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഈ വണ്ടി എന്താ പറയുക ഒരു 350cc സെഗ്മെൻറ്റിൽ റോയൽ എൻഫീൽഡിൽ ചെറിയൊരു എന്താ പറയുക ഒരു പേടി സ്വപ്നം കൊടുത്തത് തന്നെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇരിക്കുന്ന
CB350 എന്ന് പറഞ്ഞ മോഡൽ വണ്ടിക്ക് ഞാൻ പറഞ്ഞ ആക്സസറി ആയിട്ട് 2 സാധനം കയറിയിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഈ ഒരു ഫോഗ് ലാമ്പാണ്. 2 സൈഡിലും വരുന്നുണ്ട്. ശരിക്കും ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു മാസീവായിട്ടൊരു ലുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ക്രാഷ് ഗാർഡ് നമുക്ക് ആക്സസറി ആണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്റ്റോക്ക് വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഇരിക്കുന്നത് ഒരു ഡിലക്സ് പ്രോ വേരിയൻ്റ് ആണ്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലക്സ് പ്രോയ്ക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 4 കവർ ബോഡി കളർ വരും. നമ്മൾ ഡിലക്സിനാകുമ്പോഴത്തേക്കും ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. പിന്നത്തെ ഒരു വ്യത്യാസം വെറും ഡിലക്സിന് നമുക്ക് വെറും ബ്ലാക്ക് സീറ്റാണ് വരുന്നത്. നമുക്ക് ഡിലക്സ് പ്രോ ആകുമ്പോഴത്തേക്ക് ഒരു ബ്രൗൺ സീറ്റ് വരുന്നുണ്ട്. പിന്നത്തെ വേറെ വ്യത്യാസം പറയുന്നത് ഈ ഒരു സറൗണ്ടിങ് ആണ്. നമുക്ക് ഡിലക്സ് പ്രോയിലാകുമ്പോഴത്തേക്ക് ഒരു കണ്ടോ ക്രോം ആയിട്ടുള്ള നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രോം ഹെഡ്ലൈറ്റ് കവർ വരുന്നുണ്ട് ഡിലക്സ് പ്രോട്ടോ. നമ്മുടെ നോർമൽ ഡിലക്സിനാകുമ്പോഴത്തേക്കും ഇത് ബ്ലാക്ക് ആയിരിക്കും. പിന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് വണ്ടിക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് വോയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിലക്സ് പ്രോയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കളർ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അവർ ശരിക്കും ആ ഒരു ക്ലാസ് 350 ആ ഒരു ഡെസേർട്സുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള കളർ സ്കീമാണ്. പക്ഷേ കുറച്ചും കൂടി ടോൺ ഡൗൺ ചെയ്ത പോലത്തെ കളറാണ് അതിന് വരുന്നത്. അത്ര ഒരു സാച്ചുറേറ്റഡ് അല്ല. പിന്നെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ നമുക്കൊരു LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, LED ഇൻഡിക്കേറ്റർ. പിന്നെ ആ ഒരു പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു 4 കവർ. ഇത് വന്നതോടുകൂടി വണ്ടിയുടെ ഒരു മസ്കുലർ ലുക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പല കസ്റ്റമേഴ്സും നമ്മുടെ ഹൈനസ് 350 ഓടിച്ച പല കസ്റ്റമേഴ്സും പറയുന്നത് വണ്ടിക്ക് ഒരു ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു മസ്കുലർ ലുക്കില്ല, കാരണം ആ ഒരു 4ക്ക് ഭയങ്കര തിന്നായിട്ട് തോന്നുന്നു പറഞ്ഞു. അത് കേട്ടിട്ടാണ് ഹോണ്ട ഈ ഒരു 4 കവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വെരി നൈസ്, നല്ല രസമുണ്ട്. മൊത്തത്തിലൊരു ബിൽഡപ്പ്, ഒരു ബീഫിയർ ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പെയിൻറ്റഡ് ആയിട്ടുള്ള മഡ് ഗാർഡും കാണാം. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരു 18 ഇഞ്ച് അലൈസാണ് വരുന്നത്. അതിലൊരു 100 സെക്ഷൻ ടയർ വരുന്നുണ്ട്. പിന്നെ ഒരു 310mm ഡിസ്ക് വരുന്നുണ്ട്. കൂടാണ്ട് തന്നെ നമുക്കൊരു നിസിൻ്റെ കാലിപ്പേഴ്സാണ് വരുന്നത്. ശ്രദ്ധിക്കുക, വൈബ്രിഡ് അല്ല, നിസിൻ്റെ കാലിപ്പേഴ്സാണ്. അത് ശ്രദ്ധിക്കാമെന്ന് എടുത്തു പറയാൻ കാര്യം നിസിൻ്റെ കാലിപ്പേഴ്സ് ഭയങ്കര ബെറ്ററാണ് കമ്പയർ ടു വൈബ്രി. കൂടാണ്ട് തന്നെ എൻ്റെ ബ്രേക്ക് പാഡാണെങ്കിലും അത്യാവശ്യം കോസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പോയിട്ട് സൈഡ് നോക്കുവാണെങ്കിൽ കുറച്ച് വലിയ ടാങ്കാണ്. ഇപ്പോൾ ഒരു 50 ലിറ്റർ ടാങ്കാണ് വരുന്നത്. നമ്മുടെ ക്ലാസിക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും റോയൽ എൻഫീൽഡ് ക്ലാസിക്കിന് വെറും 30 ലിറ്റർ വരുന്നുള്ളൂ. ഇതിനകത്തേക്ക് ഒരു 50 ലിറ്റർ ടാങ്ക് വരുന്നുണ്ട്. പിന്നെ വണ്ടി മൊത്തത്തിൽ CB350 10mm വീൽ ബേസ് കൂടിയിട്ടുണ്ട്. ആ ഒരു മെയിൻ പാർട്ട് ആ ഒരു 349cc എയർ കൂൾഡ് 4 വാൽവ് എഞ്ചിനാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് ഞാൻ പറഞ്ഞു 20 bhp. ടോർക്ക് വളരെ ഇമ്പ്രസീവ് ആണ്, 29 Nm അറ്റ് വെറും 3000 RPM. അത് വളരെ ഇമ്പ്രസീവ് ആണ്. നമ്മൾ ഓടിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും ടോർക്ക് എത്രത്തോളം മാറ്റർ ചെയ്യുന്നു എന്നുള്ള കാര്യം. പിന്നെ ആ ഒരു ലോങ് ആയിട്ടുള്ള എക്സോസ് കാണാൻ പറ്റും. എക്സോസ് ഇവിടെയൊക്കെ ഇപ്പോഴേ കളർ മാറും, നല്ല രസമുണ്ട്. നമ്മൾ ആ ടൈറ്റാനിയം എക്സോസ് ഒക്കെ കാണില്ലേ ഈ സൂപ്പർ കാറിലൊക്കെ, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. ഇവിടെ കളറും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. സൈഡ് ശരിക്കും ആ ഒരു റോയൽ എൻഫീൽഡിലേക്ക് ഉറപ്പിക്കുന്ന ഒരു സൈഡ് പാനൽ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും ആ ഒരു എൻഫീൽഡിന് ഉറപ്പിക്കുന്നുണ്ട്. കൂടാണ്ട് തന്നെ നമുക്ക് CB350 എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് മോണോഷോക്ക് അല്ല വരുന്നത്, ഡ്യുവൽ ഷോക്കാണ് വരുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റബിൾ ആണ്, ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ അല്ല. പിന്നെ മൂവ് ടു ദ ബാക്ക് ശരിക്കും ആ ഒരു ഹൈനസ് 350 എടുത്ത അതൊരു ടെയിൽ ലൈറ്റാണ്, നല്ല നീറ്റാണ് കാണാനായിട്ട്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു 230mm ഡിസ്ക് വരുന്നുണ്ട്. ടയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ 130 സെക്ഷൻ ടയറാണ്. ബാക്കിലും 18 ഇഞ്ച് അലൈസാണ്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും 18 ഇഞ്ച് അലൈസ് വരുന്നത്. പിന്നെ സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിളാണ്. ശരിക്കും നല്ല സുഖമുണ്ടിരിക്കാനൊക്കെ ആയിട്ട്. നമുക്ക് ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് ഹൈറ്റ് പറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ കാലത്തിരിക്കാൻ പറ്റും. കുറച്ച് പഠിച്ചാകുമ്പോഴത്തേക്കും ഇത്തിരി ബാഗിട്ട് ഇറങ്ങിയാൽ മതി. പിന്നെ പില്ലൻ സീറ്റാണെങ്കിലും വളരെ കംഫർട്ടബിളാണ്. പിന്നെ ഒരു ഗ്രാബറിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഗ്രാബറിൽ കുറച്ചും കൂടി ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ പിടിച്ചിരിക്കാൻ കുറച്ചൊരു സുഖമായിരുന്നു. ഇത് ബാഡല്ല, നൈസാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതുള്ളൂ. പിന്നെ വളരെ നീറ്റായിട്ടുള്ള സാരി ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ലേഡീസിന് കാലൊക്കെ വെച്ചിരിക്കാനൊക്കെ പറ്റും. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ആ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ശ്രദ്ധിക്കുക, 6 സ്പീഡ് അല്ല 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പക്ഷേ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിന് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ലിവറും വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഫുഡ് റൈഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് ഫ്രണ്ട് സെറ്റ് പോലെ തോന്നും. ഭയങ്കര ഫ്രണ്ട് സെറ്റ് അല്ല, ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് മിഡിൽ സെറ്റ് ന്യൂട്രലായിട്ടുള്ള പൊസിഷനും തോന്നും. ഡിപ്പെൻസ്, നിങ്ങൾക്ക് 2 തരത്തിലും ഇരിക്കാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷേ ഓവറോൾ ഫുഡ് പാക്സിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നേരെ താഴെ തന്നെയാണ്, ന്യൂട്രലാണ്. അതാണ് വണ്ടിയുടെ മൊത്തത്തിൽ ലുക്കും കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടിക്ക് ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ വണ്ടിക്ക് ഹോണ്ട എമർജൻസി സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ ഹാർഡ് ബ്രേക്കിംഗ് പിടിക്കുകയാണെങ്കിൽ ഇതൊക്കെ ബ്ലിങ്ക് ചെയ്യും. പിന്നെ നമുക്ക് വണ്ടിക്ക് ഇത് ഡിലക്സ് പ്രോയിനും ഡിലക്സിനും നോർമലാണ്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു USB ചാർജറും വരുന്നുണ്ട്. നമുക്കൊരു സ്പീഡോമീറ്റർ ഇതും വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഓണാക്കി കാണിച്ചു തരാം. നമ്മളിവിടെയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ട്രിപ്പ് 1 ട്രിപ്പ് 2 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓണാക്കി കാണിച്ചു തരാം. സൈഡിലാണ് നോക്കുമ്പോൾ എക്കോ മോഡ്, ട്രാക്ഷൻ കൺട്രോൾ ഇത് വരുന്നുണ്ട്, ന്യൂട്രൽ, ABS എല്ലാം കാണിക്കുന്നുണ്ട്. ഇത് കുറച്ച് ഫോണിൽ ക്യാപ്ചർ ചെയ്യാൻ കുറച്ച് പാടാണ്, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. നമുക്കിവിടെ ട്രിപ്പ് കാണാൻ പറ്റും, പിന്നെ ന്യൂട്രലാണെന്ന് കാണാൻ പറ്റും, ടൈം കാണാൻ പറ്റും, എത്ര ഫ്യൂവൽ ഉണ്ടെന്ന് കാണാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ടോഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പ് ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി, ബാറ്ററി വോൾട്ടേജ്, റേഞ്ച്, അതായത് ഈ ഒരു പെട്രോൾ വെച്ചിട്ടുണ്ട് എത്ര ഓടുന്നു കാണിക്കുന്നുണ്ട്. പിന്നെ ട്രിപ്പ്
ട്രിപ്പ് ബീൻ്റെ ആവറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനൊക്കെ ഐ തിങ്ക് ഇവിടെ എന്തോ പ്രസ് ചെയ്യണം, ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് മൊത്തത്തിൽ വണ്ടിയുടെ കൺസോൾ എന്ന് പറയുന്നത്. വളരെ നീറ്റാണ്. ആ ഒരു ഇങ്ങനെ നോക്കി ശരിക്കും ഒരു ക്ലാസിക് ലുക്കൊക്കെ ഇടുന്നില്ലേ, അമേസിങ്. ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഹോണ്ടയുടെ ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വിച്ച് ഗിയേഴ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പാസ് സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു കൺസോൾ ടോഗിൾ ചെയ്യാനായിട്ടുള്ള സ്വിച്ചും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വീടായിട്ടുള്ള കാര്യം, ഹോൺ ഇവിടെ ഇൻഡിക്കേറ്റർ താഴെയാണ് വരുന്നത്. അതല്ല വിഷയം, ഹോണിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. ഹോൺ ശരിക്കും ഇങ്ങോട്ടാണ് പ്രസ് ചെയ്യുന്നത്, അതാണ് കുറച്ച് വീടായിട്ട് വന്നത്. പിന്നെ നമുക്കിത് നമ്മുടെ ഫോഗ് ലൈറ്റ് താഴെ പിടിപ്പിച്ചിരിക്കുന്ന ആ ഫോഗ് ലൈറ്റ് ഓണാക്കാനാണ്, ഞാൻ ഓണാക്കി കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ എൻജിൻ കിൽ സ്വിച്ച് ഇൻറ്റഗ്രേറ്റഡ് ആണ്. പിന്നെ ഇവിടെ ഹസാർഡും വരുന്നുണ്ട്. ഓക്കെ, ഓണാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ഒരു LED കത്തണുണ്ടോ മാൻ, LED ശരിക്കും ഓണാണ്. ഇതാണ് വണ്ടിയുടെ ഓണാക്കിയിട്ടുള്ള ലുക്ക് കേട്ടോ. ഇത് ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഡേ കൊണ്ടാണ് നിങ്ങൾക്ക് അധികം ക്ലിയർ ആവാത്തത്. ശരിക്കും നല്ല ബ്രൈറ്റാണ് കാണാനായിട്ട്. പിന്നെ വണ്ടിക്ക് നമുക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീലക്സിന് വരുന്നത് 282 ആണ്. അതായത് ഈ ഒരു മോഡലിന് 282 വരുന്നുണ്ട്. ഡിലക്സ് പ്രോ ഞാൻ പറഞ്ഞ ബ്ലൂടൂത്ത് നമ്മുടെ ഇരിക്കുന്ന മോഡൽ ഡിലക്സ് പ്രോയിന് വരുന്നത് 286 ആണ്. വെറും 3000 രൂപയുടെ വ്യത്യാസം വരുന്നുള്ളൂ ഡിലക്സും ഡിലക്സ് പ്രോയും തമ്മിൽ. അപ്പോൾ ഒബ്വിയസ്ലി അതൊരു ബ്ലൈൻഡ് ചോയ്സ് ആണ് നമുക്ക്. എന്തുകൊണ്ട് ഡിലക്സ് പ്രോ ആണ് വെറും ഡിലക്സിനേലും ബെറ്റർ. വെറും 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? പെയിൻറ്റഡ് ഫ്രണ്ട് ഫെൻഡർ കിട്ടുന്നുണ്ട്, ക്രോം ഹെഡ്ലൈറ്റ് കവർ കിട്ടുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്, ബ്രൗൺ സീറ്റ്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ബെറ്റർ ഡിലക്സ് പ്രോ തന്നെയാണ്. ഇത് കൂടാണ്ട് നമുക്ക് ഹൈനസിനാകുമ്പോഴത്തേക്കും 2.5 ആണ് വരുന്നത് വെറും ഡിലക്സിന്. അതിൻ്റെ ഡിലക്സ് പ്രോ അതായത് ഹൈനസിന് ഡിലക്സ് പ്രോ ആകുമ്പോഴത്തേക്കും 2.8 പ്രൈസ് വരുന്നുണ്ട്. കാരണം അവിടെ 20,000 റുപ്പീസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഹൈനസിൻ്റെ ഡിലക്സ് പ്രോയിന് 2 lakh എക്സ്ട്രോറും കടന്നു. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. കേരളത്തിൽ 1.99 വരെ നമുക്ക് എന്തോ 10% 12% എന്തോ ടാക്സ് വരുന്നുള്ളൂ. ഐ തിങ്ക് 15 ആണെന്ന് തോന്നുന്നു. വണ്ടിയുടെ ഷോറൂം വില 2 lakh അതിനും മേളിലാണെങ്കിൽ, കേരളത്തിലെ കേസാണ് ഞാൻ പറഞ്ഞത്, വണ്ടിക്ക് 21% ടാക്സ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര വീടായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വൃത്തിയായിട്ട ഈ ഒരു ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ആലോചിച്ച് നോക്കുക, നിങ്ങൾ 2 ലക്ഷം മേലുള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് 21,000 നിങ്ങളിൽ നിന്ന് പോയി ടാക്സ് എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക് നിങ്ങളുടെ നിന്ന് 21,000. അതാണ് നിങ്ങൾ ട്രയംഫ് 400, ഹാർലി X440, R3 എന്തും ആയിക്കോട്ടെ, അപ്പുള്ള RS 457 എന്ത് വണ്ടി ആയിക്കോട്ടെ, അതിനൊക്കെ അത്ര ഒരു പ്രൈസ് വരുന്നത്. ഭയങ്കര പ്രൈസ്. അതർ സ്റ്റേറ്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൽ ഇത്രയും പ്രൈസ് വരാനുള്ള റീസൺ അതാണ്. ഓക്കെ, ഇനി ഞാൻ ഇത്രയും വന്നുകൊണ്ട് തന്നെ നമ്മളുടെ എക്സോസോടൊന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞു പഴയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വണ്ടിയുടെ എക്സോസോടുള്ള ചെറിയൊരു വ്യത്യാസമുണ്ട്. കുറച്ചൊന്ന് കണ്ടോ, ആ സ്റ്റാർട്ടപ്പിലുള്ള കുടുകുട് കുറഞ്ഞിട്ട് ഇപ്പോൾ ടോൺ കുറഞ്ഞ പോലെയൊക്കെ കണ്ടോ. ഇപ്പോൾ ടോൺ മാറി, ടോൺ വളരെ കുറവാണ് കമ്പയർഡ് ടു പ്രീവിയസ്. വാവ്, അമേസിങ്. അപ്പോൾ നമുക്കിനി വണ്ടി തിരിച്ചു കൊണ്ടേ കൊടുക്കാം. ഞാൻ വണ്ടി ഓടിച്ചിട്ട് മൊത്തത്തിൽ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ റോഡ്സൊക്കെ വണ്ടി നന്നായിട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ട്. വലിയ തലവേദനയൊന്നുമില്ല. എനിക്ക് ശരിക്കും എൻ്റെ ഗിയർ ബോക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. നമുക്ക് 2 വേയും ഗിയർ മാറ്റാം എന്നുള്ളത് വളരെ കംഫർട്ടബിളാണ്. ബാക്കിലും മാറ്റാം, ഫ്രണ്ടിലും മാറ്റാം. ഗിയർ ബോക്സിനെ പറ്റി പറയാൻ വിട്ടുപോയി. ഗിയർ ബോക്സ് ആക്ച്വലി നല്ല പ്രിസൈസാണ്, ഹാർഡല്ല. നിങ്ങൾ ഇടുമ്പോൾ ടക്കെന്ന് പറഞ്ഞ സൗണ്ട് കേട്ട് കാണും, അത് ഹാർഡല്ല, നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഓരോ ഗിയറിലേക്ക് മാറുന്നതൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. അത് മാറ്റുന്നതുകൊണ്ട് എഫിഷ്യൻസി കൊണ്ടാണ് അത്ര ഒരു ടക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇതെടുക്കണോ നമ്മുടെ ക്ലാസ് 350 എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, നിങ്ങളൊരു റിഫൈൻമെൻറ്റും റിലയബിലിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അതൊരു കൊണ്ടും ഒരു ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. മറിച്ച് നിങ്ങൾ കുറച്ചും കൂടി ഒരു റഫ്നെസ്, പിന്നെ എന്താ പറയുക, ഒരു ടിപ്പിക്കൽ എൻഫീൽഡ് ക്യാരക്ടറൊക്കെ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് 350 നോക്കാം. ഇത് ആക്ച്വലി രണ്ടിൻ്റെയും പ്രൈസൊക്കെ ഏറെക്കുറെ സെയിം ആണ്. വണ്ടിയുടെ റിഫൈൻമെൻറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ആകെ കൂടി വ്യത്യാസം തോന്നിയത് ഞാൻ പറഞ്ഞു, വണ്ടിയുടെ എക്സോസിനോട്ട് ആ പഴയ പോലെ അത്ര ഒരു കണ്ടോ. ഓ മാൻ, യെസ്. RPM ക്ലൈംബ് കയറുമ്പോഴത്തേക്ക് നമുക്ക് ആ നോട്ട് കേൾക്കാമെന്നല്ലാണ്ട് അറ്റ് ലോവർ RPM നോ വേ. ഭയങ്കര എന്താ പറയുക, സാധുവായി പോയി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തോന്നണേ. പിന്നെ വണ്ടിയുടെ എഞ്ചിനെ പറ്റി പറയുവാണെങ്കിൽ ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ്. ആ 348cc എയർ കൂൾഡ് എഞ്ചിനാണ്. നമുക്ക് പവർ വരുന്നത് അറൗണ്ട് 20 horsepower ആണ് അറ്റ് 5000 RPM.
ടോർക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആണ്. ടോർക്ക് വരുന്നത് അറൗണ്ട് 29 Nm ടോർക്കാണ്. അതിൻ്റെ ഇമ്പ്രസീവ് പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെറും 3000 RPM തൊട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടി കയറിക്കുമ്പോൾ ആദ്യമേ ഫീൽ ചെയ്യുന്നത് വണ്ടിയുടെ ഒരു ടോർക്ക് തന്നെയാണ്. ശരിക്കും ഒരു ടോർക്ക് തുള്ളിച്ചാടി നിൽക്കുകയാണ്, വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന പറഞ്ഞ പോലെ. എന്നാൽ ഇൻ എ ഗുഡ് മാനർ, ഒരു ഹോണ്ട മാനറിലാണ് ആ ടോർക്ക് ഉള്ളത്. അതായത് വാരി ബെതറുള്ള ടോർക്കല്ല. അതായത് ഒരു ഹാർലി X440 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി കടിക്കിയിരിക്കുന്ന അതിൻ്റെ ടോർക്കാണ്. ഇത് അങ്ങനെയല്ല, ഇത് കുറച്ചും കൂടി റിഫൈൻ വേ, ഒരു കുറച്ചുകൂടി മെച്ചുവേർഡ് വേ, അതായിരിക്കും കുറച്ചും കൂടി റൈറ്റ് മെച്ചുവേർഡ് ആയിട്ടുള്ള വണ്ടിയാണ് മൊത്തത്തിൽ. കാരണം ക്ലാസിക് 350 എന്നൊരു വണ്ടീനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ റൈവലറി വരുമ്പോഴത്തേക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ഒരു മെച്യൂരിറ്റി കൈവിടാതെ നോക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും ഹോണ്ട വിൻ ചെയ്തെന്ന് പറയാതിരിക്കാൻ വയ്യ. ശരി, പിന്നെ ഈ വണ്ടിയിൽ ഇമ്മീഡിയറ്റ്ലി എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, അത് ഈ വണ്ടിയുടെ മാത്രമല്ല ഹോണ്ടയുടെ വണ്ടിയിൽ കണ്ടിരുന്നൊരു ട്രെൻഡാണ്. അതായത് ഹോൺ ഇവിടെയും ഇൻഡിക്കേറ്റർ താഴെയും. അത് ഭയങ്കര ഓക്വേർഡാണ്. അത് എസ്പെഷ്യലി ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം അല്ല. ഇതൊരു സ്റ്റാൻഡർഡൈസർ ആണെങ്കിൽ നമ്മളിന്ന് യൂസ് ടു ആയാന്, ബട്ട് ഇതൊരു സ്റ്റാൻഡർഡൈസർ അല്ല. ഹോണ്ട മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പല വണ്ടി ഓടിച്ചിട്ട് പെട്ടെന്ന് ഇതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു ഫസ്റ്റ് ടൈം ആയിട്ട് വണ്ടി എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. ബട്ട് നിങ്ങളൊരു വണ്ടി ഓടിച്ച് ശീലമുള്ള ഒരാളാണ്, കുറേ നാളായിട്ട് വണ്ടി ഓടിക്കുന്നു, ഇനി ഒരു അപ്ഗ്രേഡ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരാഴ്ചയെന്നല്ല 2 ദിവസം പിടിക്കും നന്നായിട്ടൊന്ന് സെറ്റ് ആവാനായിട്ട്. കാരണം ഹോണിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്, സാധാരണ ഹോണിൻ്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ല വരേണ്ടത്, ഇത് ഇങ്ങോട്ടാണ്, വിച്ച് ഫീൽസ് ക്വൈറ്റ് വിയേർഡ് ആക്ച്വലി. പിന്നെ സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ എനിക്ക് ഫ്രണ്ട് സസ്പെൻഷൻ ഒരു മീഡിയം സെറ്റിങ്സ് ആണ് തോന്നിയത്. അൾട്രാ സ്മൂത്ത് എന്ന് ഞാൻ പറയുന്നില്ല. റിയർ സസ്പെൻഷൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ ഒരു 41 mm ടെലസ്കോപ്പ് ഫോർക്കാണ് വരുന്നത്. ബാക്കിൽ ഒരു മോണോ ഷോക്കും വരുന്നുണ്ട്, ഡ്യുവൽ ഷോക്കും വരുന്നുണ്ട്. നല്ല രസമാണ് മൊത്തത്തിൽ, ഷോക്കും ഈ ഒരു കംഫർട്ടും മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ. പിന്നെ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നല്ല രസമാണ്. ഞാൻ പറഞ്ഞു ഒരു റോയൽ എൻഫീൽഡ് 350 ക്ലാസിക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ലോട്ട് റിഫൈൻ, എന്താ പറയുക, ആ ഒരു സൗണ്ട് മാത്രം ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് മാറ്റി എത്തി കഴിഞ്ഞാൽ ലോട്ട് റിഫൈൻ എന്തേ കാണിക്കണം മൈരൊക്കെ കുഴപ്പങ്ങ് മാറി കിട്ടി. പറയണമല്ലോ, റോയൽ എൻഫീൽഡ് മാറി നിൽക്കുന്നത് ഈ ഒരു ക്ലച്ചാണ്. യെസ്, ദിസ് ബൈക്ക് കംസ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച്. പിന്നെ റോയൽ എൻഫീൽഡായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, അതായത് 350 വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഈ ഒരു എഞ്ചിൻ റിഫൈൻമെൻറ്റ് തന്നെയാണ്. നല്ല റിഫൈൻഡാണ്, രാത്രിയും പകലും വ്യത്യാസമുണ്ട് ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ റിഫൈൻമെൻറ്റ് വേറെ തന്നെയാണ്. ഇത് ആ ഒരു റഫ്നെസ് ഫീൽ ചെയ്യുന്നില്ല റോയൽ എൻഫീൽഡ് ഓടിക്കുമ്പോൾ. ചില ആൾക്കാർക്ക് റോയൽ എൻഫീൽഡിൻ്റെ റഫ്നെസ് ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു എരമ്പിലും ആ ഒരു വൈബ്രേഷനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ലോട്ട് സ്മൂത്തർ. വാ മാൻ, ലുക്ക് ഹൗ ഈസിലി, എന്ത് ഫ്ലാറ്റാന്ന് നോക്കിയാൽ പവർ ഡെലിവറി, ചാടി കടിക്കുന്ന പോലത്തെ അല്ല. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ക്ലച്ച് എടുത്ത് പറയണം. ക്ലച്ച് വേറെ ലെവൽ. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് വരുന്നുണ്ട് തന്നെ. ഡൗൺ ഷിഫ്റ്റ് ആയാലും അപ്പ് ഷിഫ്റ്റ് ആയാലും വളരെ സ്മൂത്താണ്. നമ്മൾ ഈ ഒരു ഹെവി ട്രാഫിക് അല്ലെങ്കിൽ ഹെക്റ്റിക് ട്രാഫിക്കിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ശരിക്കും ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഈ വണ്ടിക്ക് ഇത് കൂടാണ്ട് വരുന്ന ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിതിൽ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഹോണ്ടയുടെ എമർജൻസി സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും വരുന്നുണ്ട്. അതായത് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും ബാക്കിൽ ഇൻഡിക്കേറ്ററൊക്കെ കത്തും, ബ്ലിങ്ക് ചെയ്ത് കത്തും. ഇൻഡിക്കേറ്ററിനോ ടൈലൈറ്റ് ആണെന്ന് അറിയില്ല, കാരണം എനിക്കിപ്പോൾ പിടിച്ചിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കാൻ പറ്റാം. സാധാരണ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നത് നല്ല വലിച്ചെടുത്ത് ഓടിക്കുന്ന ആളാണ്. പക്ഷേ ഈ വണ്ടി ഓടിക്കുമ്പോണ്ടല്ലോ നല്ല സീനറിയൊക്കെ എൻജോയ് ചെയ്ത് കാഴ്ചയൊക്കെ കണ്ട് നല്ല സുഖമായിട്ട് ഓടിക്കാൻ തോന്നുന്നുണ്ട്. മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് നമുക്ക് ആക്ച്വലി LED ഇൻഡിക്കേറ്റേഴ്സും LED ഹെഡ്ലൈറ്റ് LED ടെയിൽ ലൈറ്റും ആണ് വരുന്നത്. യെസ്, ദാറ്റ്സ് എന്താ പറയുക, ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ സാധാ ക്ലാസിക് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. വൈബ്സ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ സിലിണ്ടർ ആണ്. ഇത്രയും വലിയ സിംഗിൾ സിലിണ്ടർ ആകുമ്പോഴത്തേക്കും വൈബ്സ് നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. ഹയർ RPMലേക്ക് ക്ലൈം ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അതെല്ലാ സിംഗിൾ സിലിണ്ടറും ഉള്ള പോലെ തന്നെ ഇതിനുള്ളൊരു വൈബ്രേഷൻ, അല്ലാണ്ട് ഇതിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വൈബ്രേഷൻ കാര്യങ്ങളൊന്നും അല്ല. ഓ മാൻ, റിയർ സസ്പെൻഷൻ, ഇനി ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓ മാൻ, ബ്രേക്ക് ഈസ് പ്രോഗ്രസീവ്. ബ്രേക്ക് നല്ല പ്രോഗ്രസീവ് ആണ്. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ വളരെ ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് വണ്ടിയുടെ റിയർ ബ്രേക്ക് ആണ്. നല്ല രസമുണ്ട് റിയർ ബ്രേക്ക്. ചവിട്ടുമ്പോൾ തന്നെ ഒരു ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട്. ഞാൻ ഒരു വണ്ടിയിലും കണ്ടിട്ടില്ലെങ്കിൽ റിയർ ബ്രേക്ക് അടിപൊളിയായിട്ട് കണ്ടിട്ടില്ല. അതിൻ്റെ റിയർ ബ്രേക്ക് ആക്ച്വലി കൊള്ളാം, നല്ല രസമാണ്. പിന്നെ മിറേഴ്സൊക്കെ ആണെങ്കിലും കൊള്ളാം കേട്ടോ. എല്ലാ റിയറിൽ കിടക്കണം, എല്ലാം കാണാൻ പറ്റും. പിന്നെ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, പെർഫോമൻസ് വൈസ് വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വണ്ടി 3 സ്പീഡ് കയറുന്ന ഒരു ടൈം. എൻ്റെ മോനെ, വളരെ പെട്ടെന്നാണ് വണ്ടി 120, 110 ഒക്കെ ഹിറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് ടോപ്പ് സ്പീഡ് അറൗണ്ട് 135 ആണ്. പക്ഷേ ഈസിലിയാണ് 130 ഒക്കെ ഹിറ്റ് ചെയ്യുന്ന വണ്ടി. ഒരു എഫേർട്ടും ഇല്ല, നമ്മൾ അറിയും കൂടി ഇല്ല.
ഞാൻ പറഞ്ഞു പവറിൻ്റെ ഒരു ഭയങ്കര ഫ്ലാറ്റാണ്, ഭയങ്കര പ്രോഗ്രസീവാണ്, ഭയങ്കര ലീനിയറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്പീഡ് ഹിറ്റ് ചെയ്യുന്നത് ആക്ച്വലി അറിയുകയും കൂടി ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആലോചിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സ്പീഡ് 100 എത്തിക്കഴിഞ്ഞു. ഒരുപാട് ആക്സസറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, നിരവധി ആക്സസറീസ് ആണ്. ബാഷ് പ്ലേറ്റ്, ക്രാഷ് കാർഡ് തന്നെ 3-4 തരമുണ്ട്. പിന്നെ അപ്പോൾ ഗായ്സ് അത്രയ്ക്ക് തന്നെയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്. നമ്മൾ ടോപ്പ് ലൈനിലെത്തി. ഓ മാൻ, ഓ ട്രാങ്ക് സ്ലാപ്പ്, ആഫ്രിക്ക ട്വിൻ, വേറെ ലെവല് കളിയൊക്കെ.